Yes. The polity orientation session. Okay. ഇത് രണ്ട് സെക്ഷനായിട്ട് ഞാൻ ചെയ്യാനുള്ള കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇടാലോ, രണ്ട് വീഡിയോ ആയിട്ട് ഇടാലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. സോ ഓൾറെഡി നമ്മൾ മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു. ആ എക്സാമിന്റെ ആൻസർ കീ എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, എവിടെ നിന്നാണ് എങ്ങനെയാണ് അല്ലെ നമ്മൾ പഠിച്ച ഏത് ടോപ്പിക്കിൽ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അതിനെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ എക്സാമിന് എത്രത്തോളം സേഫ് സ്കോർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോ ആഫ്റ്റർ മോഡേൺ ഹിസ്റ്ററി നമ്മൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ജോഗ്രഫി പഠിപ്പിക്കാമെന്നാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ പോളിട്ട സമയത്ത് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആ പറയുന്നത് പൊളിറ്റി പഠിച്ചാൽ മതി എന്നാണ് അല്ലെ. സോ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിയാണ്. ആൻഡ് പൊളിറ്റി പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ KS എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള എളുപ്പവുമാണ്. ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസ് എളുപ്പവുമാണ്. പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് ബെനിഫിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റുമാണ്. കോസ്റ്റ് ബെനിഫിറ്റ് ഈസ് വെരി വെരി ഹൈ. മോഡേൺ ഹിസ്റ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 4 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് ചോദിക്കാം, മെയിൻസിനും അതേപോലെ ഞാൻ പറഞ്ഞു. ഇവിടെ ഓൾമോസ്റ്റ് 20+ ക്വസ്റ്റ്യൻസ്, ഓക്കെ, 20+ ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അതേ രീതിയിൽ തന്നെ 20ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പൊളിറ്റിയിൽ പ്രതീക്ഷിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ബട്ട് യു ക്യാൻ ലിങ്ക് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്കൽ സിസ്റ്റവും ഗവർണൻസും, ഇത് മൂന്നും ഒറ്റൊന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവർണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ, പൊളിറ്റിക്കൽ സിസ്റ്റം, രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, ഇത് മൂന്നും ഒറ്റ ഹെഡിങ്ങിൽ നമ്മൾ പഠിച്ചു തീർക്കും. ഇത് മൂന്നും ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താലും ഇത് മൂന്നും ഒറ്റ ഹെഡിങ് ആണ്, ഓവർലാപ്പിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ലക്ഷ്മികാന്ത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ പ്രൈമറി സോഴ്സ് ലക്ഷ്മികാന്ത് ആണ്. മോഡേൺ ഹിസ്റ്ററിയുടെ സ്പെക്ട്രം പോലെ ലക്ഷ്മികാന്ത് ആണ് നമ്മുടെ പൊളിറ്റിയുടെ അറിയാലോ, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ലക്ഷ്മികാന്തിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് അത് റീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സെലക്റ്റീവ് ആയിട്ട് റീഡ് ചെയ്താൽ മതി. ഓക്കെ, ഈവൻ UPSC സിവിൽ സർവീസസ് ആസ്പിറൻസ് പോലും കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മികാന്ത് റീഡ് ചെയ്യേണ്ട ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. എന്നിരുന്നാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ് എന്നുള്ള ടോപ്പിക് ഒറ്റ സിലബസ് ആയി നമ്മൾ കവർ ചെയ്യും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, ഇങ്ങനെയുള്ള PDF യൂസ് ചെയ്യണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ വന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന്. പക്ഷെ അതിന്റെ അർത്ഥം ഈ വർഷം സിമ്പിൾ ആവും എന്നല്ല. ഇന്റർനാഷണൽ റിലേഷൻസ് ഈ പലസ്തീൻ ഇഷ്യൂ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നാറ്റോ ഒക്കെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ യു ക്യാൻ സീ ദിസ് സിലബസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, salient features, functions and responsibilities of union and state, parliament, state legislature. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2 ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ, മൊഡ്യൂൾ 3 and 4. അത് മാത്രമല്ല നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വളരെ ചെറിയ സിലബസ് ആണെങ്കിലും അല്ല, മെയിൻസിന്റെ സിലബസ് നമുക്ക് ചെറിയ രീതിയിൽ പറയാം, ഓവർലാപ്പിംഗ് ആണ് ഒരുപാട് കാര്യങ്ങൾ. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, പവേഴ്സ് ആൻഡ് പ്രിവിലേജസ്, ഇഷ്യൂസ്, ചാലഞ്ചസ് പെർട്ടൈനിങ് ടു ഫെഡറൽ സ്ട്രക്ചർ, ഡിവല്യൂഷൻ ഓഫ് പവേഴ്സ്, ഫിനാൻസസ് അപ് ടു ലോക്കൽ ലെവൽസ് അല്ലെ, പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി ഒക്കെയാണ് അവിടെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അല്ലെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവരുടെ പവേഴ്സ്, ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റി, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, ഗവർണൻസ്, ഇമ്പാക്ട് ഓഫ് LPG ഓൺ ഗവർണൻസ്, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി, കാസി, ജുഡീഷ്യൽ ബോഡി അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറിയും ഈ പറഞ്ഞ പോലെ അതും പഠിക്കാം.
റൈറ്റ് ഇഷ്യൂസ് ഹ്യൂമൻ, SC/ST, വുമൻ, ചൈൽഡ് റൈറ്റ്. ഇമ്പോർട്ടന്റ് ആക്ടുകൾ അല്ല, ഇമ്പോർട്ടന്റ് ആക്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ മെയിൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഇന്റർനാഷണൽ അഫയേഴ്സ് വരുന്നത്. ഇന്ത്യാസ് ഫോറിൻ പോളിസി മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻസ് ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ നമുക്ക് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും കറന്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഫോറംസ്, ദർ സ്ട്രക്ചർ ആൻഡ് മാൻഡേറ്റ്, ജുഡീഷ്യറി ഇൻ ഇന്ത്യ ജുഡീഷ്യറി ഇൻ ഇന്ത്യ, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ജസ്റ്റിസും ഒക്കെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ഈ ജുഡീഷ്യറി നമുക്ക് പൊളിറ്റിയിലേക്ക് തന്നെ കൊണ്ടുവരാം, അല്ലെ? വി ക്യാൻ ലിങ്ക് ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ സിലബസും നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ്, ശരിക്കും ഇത്രയും മൂന്നെണ്ണേ ഉള്ളൂ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ നിങ്ങൾക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ പോർഷൻസിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 20 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ഇന്റർനാഷണൽ റിലേഷനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ ഒരു ക്വസ്റ്റ്യൻ പലസ്തീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നീട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തില് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 26 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. ഇവിടെ നിന്ന് 26-ല് ഒരു 18-20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ടാർഗറ്റ്, അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്, മുന്നേ പറഞ്ഞത്, കോസ്റ്റ് ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പോളിറ്റി. കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടല്ലോ, അല്ലെ? എങ്ങനെ, എന്ത്, എപ്പോ, എന്ത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭരണഘടന 20 മാർക്ക്, ഇന്റർനാഷണൽ റിലേഷൻസിന്റെ 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? ഇന്റർനാഷണൽ റിലേഷൻസ്, ഭരണഘടന പഠിക്കാണ്ട് ഇന്റർനാഷണൽ റിലേഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പഠിച്ചിട്ട്, അല്ലെ, ഫുൾ പഠിച്ചിട്ട് അതിനുശേഷം പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഇന്റർനാഷണൽ റിലേഷൻസും പഠിക്കാം. സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. സോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഉത്തരങ്ങൾ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈവറ്റ് ബിൽ, ഓക്കെ, പ്രൈവറ്റ് ബില്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൈവറ്റ് ബിൽ അറിയാലോ, പാർലമെന്ററി. ഫെഡറലിസം ഓഫ് ഇന്ത്യ, അല്ലെ? ഇന്ത്യൻ ഫെഡറലിസം ഇസ് എൻ ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്സ്. പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ മാറ്റർ ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ്, അല്ലെ? അതേപോലെ തന്നെ ഷെഡ്യൂൾസ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷെഡ്യൂൾസ് ആണ്. ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ, 6th ഷെഡ്യൂൾ, സിമ്പിൾ ആണ്. അതിനുശേഷം റൈറ്റ് ടു പ്രോപ്പർട്ടി, അല്ലെ? എപ്പോഴും PSCയുടെ ഫേവറേറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. വീണ്ടും മണി ബിൽ, അല്ലെ? പ്രൈവറ്റ് ബില്ല്, മണി ബില്ല്, വീണ്ടും മണി ബില്ലിനെ കുറിച്ച് വരികയാണ്. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്, ഇലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെ? 86th അമെന്റ്മെന്റ് ആക്ട്, വീണ്ടും PSCയുടെ ഫേവറേറ്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. പഞ്ചായത്തി രാജ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമുക്ക് LSGIയിൽ വീണ്ടും ഇത് കണ്ടിട്ടുണ്ട്, അല്ലെ? ഇതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഹേബിയസ് കോർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അല്ലെ? രാജ്യസഭ, ലോക്സഭയായിട്ട് പാർലമെന്റ് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെ? കോപ്പറേറ്റീവ് ഫെഡറലിസം ആരാണ് പറഞ്ഞതെന്ന്. ഇത്രയും നേരം കണ്ടതിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ലക്ഷ്മികാന്ത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെ? സിലബസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വെരി ഇൻക്യുലം ജഡ്ജ്മെന്റ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, അറിയില്ലെങ്കിൽ കിട്ടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ആസ് അപ്ലൈഡ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗ്? അഗെയിൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഓർഡർ ടു ഫോം ന്യൂ സ്റ്റേറ്റ്, ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ഏത് ഷെഡ്യൂൾ ആണ്? വീണ്ടും ഷെഡ്യൂൾ ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അല്ലെ? സിമ്പിൾ ആണ്. ആസ് പെർ ദ ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ, അല്ലെ? ഇമ്പോർട്ടന്റ് ആക്ടുകളിലെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിസസ്. പിന്നീട് ലിസ്റ്റ് 1, അല്ല? ബോറോഡ് കോൺസെപ്റ്റ്, അല്ലെ? ബോറോഡ് കോൺസെപ്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്, അല്ല? ആർട്ടിക്കിൾ 300A, വീണ്ടും
ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. വീണ്ടും ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൻ ഒരു ഇമ്പോർട്ടന്റ് ആക്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. യു ഹാവ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏതാണ് ഫീച്ചർ അല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എൻട്രോപ്പി, ഓക്കെ. ദ റെസ്യൂട്ടറി പവേഴ്സ് അല്ലെ, റെസ്യൂട്ടറി പവേഴ്സ് ആരുടെ കയ്യിലാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓഫ് കമാൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ചോദ്യങ്ങളാണ്. സോ നിങ്ങൾക്ക് എക്സാക്ട്ലി കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇത് കണ്ടതിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. ബോറോഡ് കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ട് നമുക്കൊരു പാത്ത് കിട്ടുന്നുണ്ട് അല്ലെ. ബോറോഡ് കോൺസെപ്റ്റ്, ഷെഡ്യൂളുകൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഷെഡ്യൂൾസ് ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റ് എന്നുള്ള ടോപ്പിക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭ, രാജ്യസഭ അല്ലെ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മണി ബില്ല്, റെഗുലർ ഓർഡിനറി ബില്ല്, പ്രൈവറ്റ് മെമ്പർ ബില്ല് എക്സെട്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെ, പഠിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് ഈ ക്ലാസ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ്. മെയിൻസ് പെർസ്പെക്റ്റീവ് സിലബസ് നിങ്ങൾക്ക് അറിയാം, സെയിം തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. എക്സാക്ട്ലി പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് മെയിൻസിനും അല്ലെ. ഓക്കെ, യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻസ് ഹിയർ. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് റീസണബിൾ റെസ്ട്രിക്ഷൻ ടു ദ ഫ്രീഡം ഓഫ് സ്പീച്ച് അണ്ടർ ദ ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ? അഗെയിൻസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ജുഡീഷ്യൽ റിവ്യൂ അല്ലെ. ഓൺ വിച്ച് ആക്ഷൻസ് ജുഡീഷ്യൽ റിവ്യൂസ് ഇംപ്ലൈൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. ഈ പൊളിറ്റിയിൽ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ മോഡേൺ ഇന്ത്യയിൽ ഉത്തരം എഴുതിയ പോലെയല്ല നമ്മൾ പൊളിറ്റിയിൽ ഉത്തരം എഴുതേണ്ടത്. ഉത്തരം എഴുതുന്ന സമയത്ത് വി ഹാവ് ടു ഇൻക്ലൂഡ് ആർട്ടിക്കിൾസ് അല്ലെ. ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 13 സംതിങ് ലൈക്ക് ദാറ്റ്. വാട്ട് ആർ ദ എഫക്ട് ഓഫ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അല്ലെ. ആർട്ടിക്കിൾ 352, 56, 60 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ എക്സാമിനർക്ക് മനസ്സിലാവണം ഈ കുട്ടിക്ക് ആർട്ടിക്കിൾസ് ഒക്കെ അറിയാം. കഴിഞ്ഞ തവണ ഈ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ ഡൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് പൊളിറ്റിയിൽ ആയിരിക്കണം. ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട് വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ്, വീണ്ടും പൊളിറ്റി. ക്യാൻ ദ പാർലമെന്റ് പണിഷ് അല്ലെ, പ്രിവിലേജസ് ആക്ട്. ക്രിട്ടിക്കലി അനലൈസ് ദ പൊസിഷൻ ഓഫ് ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു മെയിൻസിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് സെൻട്രൽ റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ക്വസ്റ്റ്യൻ എക്സെട്ര. സോ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് സംവാട്ട് ഡയറക്റ്റ് തന്നെയാണ് ചോദിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മെയിൻസിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, പ്രിലിംസും മെയിൻസും തമ്മിൽ ഓൾറെഡി 4 മാസത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. സോ നമ്മുടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് പ്രിലിംസിനാണ്, അത് മറന്നു പോകാൻ പാടില്ല. അതേപോലെ തന്നെ സ്ട്രീം 3യുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സ്ട്രീം 3യുടെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ട്രീം 1ഉം 2ഉം ഒരു എക്സാം ആയിരുന്നു. ഓക്കെ, സ്ട്രീം 3യുടെ കുറച്ച് കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് 2 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഡിഫൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് അല്ലെ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേറ്റർ. റൈറ്റ് ആൻഡ് ഷോർട്ട് നോട്ട് അല്ലെ, റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ദ മെത്തേഡ്സ് ഫോർ മേക്കിംഗ് ജുഡീഷ്യറി മോർ ഇൻഡിപെൻഡന്റ്. ഡിസ്കസ് ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. സ്ട്രീം 3യിലെ ക്വസ്റ്റ്യൻസ് സംവാട്ട് സിമ്പിൾ ആണ് അല്ലെ. സ്ട്രീം 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെയാണ് തോന്നുന്നത്. എനുമറേറ്റ് ദ സ്കോപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ആ സമയത്ത് നിങ്ങൾ റീഡ് ചെയ്യുക. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രൈമറി റിസോഴ്സ് ഈസ് ലക്ഷ്മികാന്ത്. അഗെയിൻ ലക്ഷ്മികാന്ത് ആണ് നമ്മുടെ പ്രൈമറി റിസോഴ്സസ്. നമുക്ക് പ്രിലിംസിനും മെയിൻസിനും എന്തിനാണെങ്കിലും ലക്ഷ്മികാന്ത് വെച്ച് ക്വസ്റ്റ്യൻ ആൻസറബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് 99% ഓഫ് ദ ക്വസ്റ്റ്യൻ ആർ സോൾവബിൾ ബൈ ലക്ഷ്മികാന്ത്. ഓക്കെ, സോ ലക്ഷ്മികാന്ത് തന്നെയാണ് നമ്മുടെ റിസോഴ്സസ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗുഡ്. PDF ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ലക്ഷ്മികാന്ത് PDF അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഐ ഓൾവേസ് റെക്കമെൻഡ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കുക. ഓക്കെ, ബിക്കോസ് ലക്ഷ്മികാന്ത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമും നമുക്ക് ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ലക്ഷ്മികാന്ത് ബുക്ക് വാങ്ങിക്കുക.
ഇല്ലാത്തവരെന്ത് ചെയ്യുക, PDF റീഡ് ചെയ്യുക. PDF റീഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബുക്ക് വായിക്കുന്നത് തന്നെയാണ്. അഗൈൻ റെക്കമെൻഡ്സ്. പിന്നീട് ലക്ഷ്മികാന്ത് റീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ലക്ഷ്മികാന്ത് ഒന്നാമത്തെ പേജ് മുതൽ അങ്ങനെയല്ല റീഡ് ചെയ്യേണ്ടത്. ലക്ഷ്മികാന്ത് റീഡ് ചെയ്യുന്നതിന് ഒരു ഒരു ക്രൊണോളജി ഉണ്ട്. ആ ക്രൊണോളജി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോഴല്ല, ഞാനത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഈ പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതിയിട്ടോ ഞാൻ നിങ്ങൾക്ക് തരാം എങ്ങനെയാണ് ലക്ഷ്മികാന്ത് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെ, നമ്മളവിടെ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കും അല്ലെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചീഫ് മിനിസ്റ്റേഴ്സിനെയും ചീഫ് മിനിസ്റ്റർ കൗൺസിലിനെയും കുറിച്ച് പഠിക്കുക. പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കും അല്ലെ. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഗവർണറെ കുറിച്ച് പഠിക്കുക. പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അല്ലെ, ലോക്സഭ രാജ്യസഭ എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതേ രീതിയിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സെട്ര പഠിക്കുക അല്ലെ. ഇതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ജുഡീഷ്യറി നമ്മൾ പഠിക്കണം അല്ലെ. സുപ്രീം കോടതി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈക്കോടതികൾ പഠിക്കണം. ഹൈക്കോടതിയുടെ കീഴിലുള്ള കോടതികളെ കുറിച്ച് പഠിക്കണം അല്ലെ. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിറ്റിസം അല്ലെ. ഒറ്റൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ പഠിക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. അല്ലാതെ ലക്ഷ്മികാന്ത് ഒരിക്കലും 1, 2, 3 അങ്ങനെ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം. ദെൻ പിന്നെ ഓക്കെ, നമ്മള് നാളെ മുതൽ ലക്ഷ്മികാന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. നാളെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കും തരും. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പഠിക്കേണ്ടത് മസ്റ്റായിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും ഒന്നും ചെയ്യില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വഴികാട്ടി മാത്രമാണ്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഐ ആം ജസ്റ്റ് എ ഗൈഡൻസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ഒരു വ്യക്തി മാത്രമാണ് അല്ലെ, അല്ലാതെ ഞാൻ വന്ന് എക്സാം എഴുതി തരില്ലല്ലോ. സോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും ബാക്ക്ലോഗിലാണ്. മോഡേൺ ഹിസ്റ്ററി ഒരുപാട് പേര് ക്ലാസ്സുകൾ കണ്ടു തീർത്തിട്ടില്ല. കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ തന്നെ റിവിഷനും ചെയ്തിട്ടില്ല. എനിക്കിപ്പോ അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സർ കമന്റ് ഇടുന്ന ഗ്രൂപ്പിൽ ലിങ്ക് തരാമോ? അച്ചൂസ് ഇപ്പൊ കമന്റ് ഇട്ടില്ലേ, ആ കമന്റ് ഇട്ട ഗ്രൂപ്പ് തന്നെയാണ് കമന്റ് ഇടുന്ന ഗ്രൂപ്പ്. ഓക്കെ, അതേപോലെ തന്നെ ഡെയിലി ടൈം ടേബിൾ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ക്ലാസ്സുകളിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. അല്ലാതെ രാവിലെ 7 മണിക്ക് എണീച്ച് 8 മണി വരെ അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. ടാസ്കുകൾ ഏറ്റെടുക്കുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാനിത് കുറെ തവണയായി പറയുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നാൽ പറ്റും. സാർ അപ്പൊ ലൈവ് ചാറ്റ് ഇല്ലേ ക്ലാസ്സിൽ? ലൈവ് ചാറ്റ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നു. അച്ചോസിന്റെ മെസ്സേജ് ലൈവായിട്ട് എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ അഗൈൻ ഞാൻ പറയാണ്, മോഡേൺ ഹിസ്റ്ററി ഓക്കെ, ഇമ്പോർട്ടന്റ് ഏരിയാസ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. വളരെ ഭംഗിയായി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ല. സിവിൽ സർവീസസ് മാതൃകയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെസ്റ്റിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് കിട്ടിയ മാർക്ക് 10 മാർക്കാന്ന് തോന്നുന്നു. പേരെനിക്ക് ഓർമ്മയില്ല, 10 മാർക്കാന്ന് തോന്നുന്നു. 20-ൽ 10 മാർക്ക്. സാർ ഞാനൊരു മെസ്സേജിന് താഴെയാണ് ഇടുന്നത്. ഓക്കെ, അച്ചൂസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് മാർക്ക് 20-ൽ 10 മാർക്കാണ് ഹയസ്റ്റ് മാർക്ക്. പിന്നീട് എനിക്ക് തോന്നുന്നു 9 മാർക്സ് ആണ്. ഓക്കെ, ഇതാണ് ഹയസ്റ്റ് മാർക്സ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, 2-3 മാർക്കേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാം. എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, ഏത് രീതിയിലാണ് മിസ്റ്റേക്സ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ പൊളിറ്റി നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ടൈം ടേബിളിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതിന്റെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് രീതിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എഗെയിൻ ഞാനൊരു ഒരു സ്ട്രക്ചർ തരാം. ഓക്കെ, സ്ലോട്ടുകളായി തിരിക്കാം. സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3.
സ്ലോട്ട് 4 ആണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് പേഴ്സണൽ ചോയ്സ് ആണ് എഗെയിൻ. സ്ലോട്ട് 1 എന്ത് ചെയ്യുക? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇത് 3 ഒറ്റയടിക്ക് പഠിക്കണം എന്നല്ല. ഇംഗ്ലീഷ്, മലയാളം അല്ലെ ഒരു ദിവസം പഠിക്കുക, പിറ്റേ ദിവസം എന്ത് ചെയ്യുക? പഠിച്ചത് റിവിഷൻ ചെയ്തിട്ട് മാത്സ് ചെയ്യുക, അല്ലെ PY ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചെയ്യുന്നത് നമുക്ക് എന്താണ്? നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് അല്ലെ, ഏതൊക്കെ PSC എക്സാമിന് നിങ്ങൾ എഴുതുന്നുണ്ടോ എല്ലാത്തിനും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഒന്നാമത്തെ സ്ലോട്ട് എത്ര മണിക്കൂർ പഠിക്കണം? 2 മണിക്കൂർ മിനിമം പഠിക്കണം. 2-2.5 മണിക്കൂർ മിനിമം പഠിക്കുക. സ്ലോട്ട് 2 എന്ത് ചെയ്യുക? ഒരു GK, ഒരു ജനറൽ സ്റ്റഡീസ് സബ്ജക്ട് എടുത്ത് പഠിക്കുക. ഇത്രയും കാലം നമ്മൾ പഠിച്ചത് മോഡേൺ ഹിസ്റ്ററി ആണ്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇന്ന് പൊളിറ്റി പഠിക്കും. ഈ പൊളിറ്റി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. ഓക്കെ, റിവിഷൻ ചെയ്യുക. ഇനി സ്ലോട്ട് 3 എന്ത് ചെയ്യണം? PYQ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കണം അല്ലെ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ചുമ്മാ നോക്കുക. അത് സോൾവ് ചെയ്യാനല്ല. ഈ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം അല്ലെ? ഇങ്ങനെ മിനിമം ഈ 3 സ്ലോട്ടുകളിൽ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം, മിനിമം. പിന്നെ സ്ലോട്ട് 4 നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും വരുത്തുക. ഓരോ സ്ലോട്ടുകളും മിനിമം 2 മണിക്കൂർ ആക്കിയെടുക്കുക. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നും കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക? മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കുക. ക്ലാസ്സുകൾ കാണാനുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. അല്ല, ആകെ 1 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. 10 ലെക്ചറും കൂടിയിട്ട് 10 ക്ലാസ് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുമായി എടുത്ത് അതില് എനിക്ക് തോന്നുന്നു ഒരു 12 ഹവേഴ്സ് ഉണ്ടാവും ടോട്ടല് അല്ലെ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് 3 മണിക്കൂറാണ്, 3.5 മണിക്കൂറാണ്. നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം KS പെർസ്പെക്റ്റീവിൽ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് നോക്കിയിട്ട് പോലും ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് കുഴപ്പമാണ്. പിന്നെ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുള്ളത് മോഡേൺ ഹിസ്റ്ററിയുടെ കയ്യിൽ പൊളിറ്റി 2019 ആണ് ഉള്ളതൊക്കെ. മോഡേൺ ഹിസ്റ്ററിയുടെ PYQ നമുക്ക് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. KSന്റെയും ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, PYQ, അത് നമുക്കൊരു ലൈവ് ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓൾറെഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. അത് ഞാൻ റെക്കോർഡിങ്സ് തരാം. ടൈം ആവുന്ന സമയത്ത് അതിന്റെ ലിങ്ക് ഞാൻ തരാം. ഇപ്പൊ അതിലേക്ക് പോകണ്ട. ഓക്കെ, ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സാർ, എന്റെ കയ്യിൽ പൊളിറ്റി 2019 വേർഷൻ ആണുള്ളത്. അത് ഇപ്പോൾ കുറെ ചേഞ്ചസ് വന്നിട്ടില്ലേ? കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. അപ്ഡേറ്റുകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു എഡിഷൻ മതി കേട്ടോ. അങ്ങനെ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു എഡിഷൻ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. ഫിഫ്ത്ത് ആയിരിക്കും അല്ലെ കയ്യിലുണ്ടാകുക? 5th മതി, അല്ലെങ്കിൽ 6th ആണെങ്കിൽ 6th. ഇനി പുതിയ എഡിഷൻ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ലേറ്റസ്റ്റ് ലക്ഷ്മികാന്ത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാരു പഴയത് തന്നെ ഇനഫ് ആണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. സോ അഗൈൻ നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, പൊളിറ്റിയിലേക്ക് കിടക്കുകയാണ്. വൺസ് അഗൈൻ ഐ ആം സേയിങ്, നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റീഡ് പഠിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബാക്ക്ലോഗ് ആവും, അൺഅച്ചീവബിൾ ആവും, ടാർഗറ്റുകൾ അൺഅച്ചീവബിൾ ആവും. അൺഅച്ചീവബിൾ ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് കുറയും. കോൺഫിഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ ഇരിക്കില്ല. ഓക്കെ, പഠിക്കൂല. പിന്നെ നമ്മൾ ഓരോരോ ന്യായം കണ്ടെത്തും. എന്താ, KS എക്സാം വേക്കൻസി ഇത്രയല്ലേ ഉള്ളൂ അല്ലെ? അങ്ങനെ ഓരോരോ ന്യായങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്തും. സോ ഒരു ദിവസം ബാഡ് ആണെങ്കിലും കുഴപ്പമില്ല, അടുത്ത ദിവസം ഗുഡ് ആക്കുക കേട്ടോ. മോട്ടിവേഷൻ ഓൺലി ലാസ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. ഞാനിപ്പോ മോട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാലും 2 ദിവസമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ദ റിയൽ മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാണ്. ആ റാങ്ക് ലിസ്റ്റ് വരുന്നതൊക്കെ ഒന്ന് ആലോചിക്കുക അല്ലെ? നിങ്ങളിപ്പോ LSCIയുടെ ഇന്റർവ്യൂയുടെ ലിസ്റ്റ് വന്നു അല്ലെ? ആ ലിസ്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. KSന്റെ അടുത്ത വർഷം ഇതേ സമയം ആകുമ്പോഴേക്കും അല്ലെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, റാങ്ക് ലിസ്റ്റ് വരാനാവുന്നുണ്ടാവുള്ളൂ അല്ലെ? ഇന്റർവ്യൂവിന്റെ ഒക്കെ സമയം ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പേര് അതിലുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ.
KSന്റെ ഇന്റർവ്യൂവിന് പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു. റൈറ്റ്. സോ അത് ആലോചിച്ച് പഠിക്കുക. LSCI പോയി സാറുണ്ടോ? LSCI ഞാൻ എക്സാം എഴുതിയിട്ടില്ല. ആമന ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, 2 വർഷം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് ലാഫോഴ്സ ഇത് ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ എക്സാം എഴുതിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ എക്സാം എഴുതുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണൽ ചോയ്സ്. ഇപ്പൊ എന്തായാലും കുറച്ചു കാലത്തേക്ക് എക്സാം എഴുതുന്നില്ല. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. പൊളിറ്റി എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ജിനോ ജോയ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ അല്ലെ, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ശ്രദ്ധിക്കുക, കറണ്ട് അഫയേഴ്സിന്റെ കാര്യം കൂടി ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ 7 ദിവസം കൂടുമ്പോഴും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയി പോകുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ മാർച്ച് 2024 കറണ്ട് അഫയേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചോ. ഒരു സ്ലോട്ട് കറണ്ട് അഫയേഴ്സിന് കൊടുത്തോട്ടാ, 4ാമത്തെ സ്ലോട്ട് കറണ്ട് അഫയേഴ്സിന് കൊടുത്തു, പറയാൻ വിട്ടുപോയി. ഈ കറണ്ട് അഫയേഴ്സിലൊക്കെ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് അല്ല, ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചൂസ് ക്ലാസ്സുകള് ഉച്ചക്ക് 12 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ, ഈ 2 സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇന്ന് 2 മണിക്കായിരുന്നു ക്ലാസ്. ഓക്കെ, അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെക്ഷൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതൊക്കെ എന്തായാലും പഠിക്കുക. ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട് 2 or 3 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മന്ത്ലി മാഗസീനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ലോകത്ത് നടക്കുന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർനാഷണൽ റിലേഷൻസിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ മെറ്റീരിയൽ വേറെ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി കറണ്ട് റിലേറ്റഡ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യനും ഇന്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാം, പലസ്തീൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ഈ വർഷം നമുക്ക് റഷ്യ ഉക്രൈൻ ഇത് പ്രതീക്ഷിക്കാം, ഒരു പ്രിലിംസിന് ക്വസ്റ്റ്യൻ. മെയിൻസ് ആൻസർ വീക്ക്ലി 1 ക്വസ്റ്റ്യൻ ഇടാമോ? ഓക്കെ, മെയിൻസിന്റെ ആൻസർ റേറ്റിംഗ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ബേർഡൻ ആവും. അതുകൊണ്ടാണ് സിനാൻ ചെയ്യിപ്പിക്കാതെ ഇരുന്നത്. ഇപ്പം തന്നെ ഒരുപാട് പേര് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. കുറെ പേര് പഠിക്കുന്നുണ്ട്, കുറെ പേര് പഠിക്കുന്നില്ല. സിനാൻ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ആൻസർ റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ആൻസർ റേറ്റ് ചെയ്തത് അല്ലെ. ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സുകൾ അതെങ്ങനെ റെക്ടിഫൈ ചെയ്തിട്ട് ഒരു നല്ല ആൻസർ എഴുതാം അല്ല. ഞാൻ എഴുതുന്ന ആൻസർ വളരെ നല്ല ആൻസർ ആണ്, അടിപൊളി ആൻസർ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഇല്ലാതെയാക്കിയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫെമിലിയർ എന്താ പറയുക, എക്സാം ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കാണുമ്പോൾ എഴുതാനുള്ള ഒരു സ്ട്രക്ചറും ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കയറിക്കോളും. മോഡേൺ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻസിന്റെ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. PYQ ആണ് ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എന്നാ പിന്നെ നമുക്ക് ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി നാളെ ഫസ്റ്റ് ക്ലാസ്, പൊളിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ്, അപ്പൊ പൊളിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, എഗെയിൻ ഞാൻ പറയാണ്, 60-40 ഞാൻ എന്റെ ഭാഗത്ത് നിന്നിടും. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ ഗൈഡൻസ് കറക്റ്റ് ആയിട്ട് തരും. ബാക്കി 60% നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് ക്വസ്റ്റ്യൻ എക്സാം എഴുതുന്നത്, ഞാൻ വന്ന് എഴുതി തരൂല. അപ്പൊ അത് ആലോചിക്കുക.
യു ഹാവ് ടു പുട്ട് സെൽഫായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നിത്ര മതി. റൈറ്റ്, ഞാൻ 2 റെക്കോർഡിങ്സും ഇപ്പം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. ഓക്കെ, പഠിക്കാൻ കഴിഞ്ഞ തവണ 2-3 ദിവസം ബാഡ് ആയിട്ടുള്ളവർ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരിക. ഓക്കെ, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസം ആരും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അതൊക്കെ മാറ്റി വീണ്ടും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, സോ താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് സംസാരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിന് പറയാം.